പൊതുവെ നമ്മളെല്ലാവരും അള്ളാഹു തന്ന റഹ്മത്തുകളൊക്കെ മറന്നു പോവാണ്. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് എപ്പോഴും പരാതി പറയാണ്, ഞാൻ അങ്ങനെ ദുആ ചെയ്തു, ഇങ്ങനെ ദുആ ചെയ്തു, എന്നിട്ടും എനിക്ക് ഉത്തരം ലഭിച്ചില്ലല്ലോ എന്ന്. അള്ളാഹു തന്ന നിഅമത്തുകളെ മൊത്തം നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ പരാതി മാത്രമേ നമുക്ക് അവശേഷിക്കുള്ളൂ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ മറന്ന് പണത്തിനു പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും. എന്നാൽ പണം കൊണ്ട് നമുക്കൊരുപക്ഷെ ഒരു നല്ല ക്ലോക്ക് വാങ്ങാൻ സാധിക്കും, പക്ഷേ സമയത്തെ വാങ്ങാൻ സാധിക്കില്ല. പണം കൊണ്ട് ഒരുപക്ഷെ കനപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും, പക്ഷേ അറിവിനെ വാങ്ങാൻ സാധിക്കില്ല. ഈ അറിവും സമയവുമെല്ലാം അള്ളാഹു തന്ന വലിയ റഹ്മത്തുകളാണ്. അതിനെ നാം പലപ്പോഴും മറന്നു പോകുന്നു എന്നതാണ് വാസ്തവം. ഈയിടെ പ്രസിദ്ധീകരിച്ച ഒരു സർവേയിൽ ഞാൻ വായിക്കുകയുണ്ടായി, പണമില്ലാത്തവരെക്കാൾ കൂടുതൽ ഹാപ്പിനെസ്സോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് പണമുള്ളവരാണ്. ഒരു പക്ഷേ ഇത് ശരിയായിക്കാം, പക്ഷേ ദൈവത്തെ മറന്ന് സമ്പത്തിന്റെ പിന്നാലെ ഓടുന്നതിൽ ഇതെന്തെങ്കിലും അർത്ഥമുള്ളൂ? നമ്മൾ ഓടി നടന്ന് സമ്പാദിക്കുന്ന സമ്പത്ത് കൊണ്ട് മുഴുവൻ മരുന്നുകൾ വാങ്ങിക്കൂട്ടിയാലും ശിഫാ തരുന്നവൻ അള്ളാഹു മാത്രമാണ്.